ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിറ്റ്നസ് മലയാളം. എൻ്റെ പേര് അജയ്. നമ്മൾ ഒരു മാസമായിട്ട് പിന്നെയും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. കാര്യം എൻ്റെ പാഷനും പ്രൊഫഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ടൈം കിട്ടുന്നില്ല. സത്യമായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഏതായാലും ഞാൻ ഇനിയെങ്കിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തതിനകത്ത് നിങ്ങൾ പഴയ പോലെ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്നും പഴയ പോലെ ഫോളോ ചെയ്യുന്നില്ല. ഏതായാലും നേരത്തെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും ഈ വീഡിയോയും കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. സോ നമുക്ക് ഇന്നത്തെ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ. കാരണം ഒരുപാട് പേര് എന്നോട് കമന്റ് സെക്ഷനിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്ക് വർക്കൗട്ടിന് ഇന്റൻസിറ്റി ഇല്ലെങ്കിൽ വർക്കൗട്ടിന് എഫിഷ്യൻസി കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ടോപ്പിക് കണ്ടിട്ടുണ്ടാവും, ക്രിയാറ്റിൻ. എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ നമ്മൾ എങ്ങനെ നമ്മുടെ എൻഡ്യൂറൻസ് കൂട്ടാനും നമ്മുടെ ലീൻ മാസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ടിന്റെ എഫിഷ്യൻസി കൂട്ടാനും എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെ ഏജുകാർക്ക് ഇത് ഉപയോഗിക്കാം, ഇത് എങ്ങനെ വേണം ഇതിന്റെ ഡോസേജ്, അതുപോലെ തന്നെ എത്ര നാളത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, ഇതുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. സോ എല്ലാവരും ഈ വീഡിയോ ഉറപ്പായും മുഴുവൻ കണ്ടിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എന്തായാലും ഇത് 100% ഇല്ല 150% ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ക്രിയാറ്റിൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം, അമിനോ ആസിഡുകൾ, ഒരുപാട് രീതിയിലുള്ള അമിനോ ആസിഡുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. ആ അമിനോ ആസിഡുകൾ ഒരുപാട് രീതിയിൽ നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷനിങ്ങിനും അതുപോലെ തന്നെ ബോഡിയുടെ മസിൽ ബിൽഡിങ്ങിനും ഒക്കെ ഒരുപാട് രീതി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അമിനോ ആസിഡ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ബേസിക്കലി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്രിയാറ്റിനെ കുറിച്ച് തന്നെ അതിലേക്ക് തന്നെ വരാം. അപ്പോൾ ക്രിയാറ്റിൻ്റെ ഒരു നാച്ചുറൽ ഫോം ഇല്ലേ, അതിൻ്റെ ആക്ച്വൽ ഫോം എന്നാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്നുള്ള ഫോമിലാണ് നമുക്ക് ക്രിയാറ്റിൻ ബേസിക്കലി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 3 അമിനോ ആസിഡുകളുടെ ഒരു കോമ്പിനേഷൻ എന്നോ ഒരു ബൈ പ്രോഡക്റ്റ് എന്നോ എന്ന് പറയാം. അതായത് 3 അമിനോ ആസിഡ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ മെഥനിൻ, ഗ്ലൈസിൻ ആൻഡ് ആർജിനിൻ. ഈ 3 അമിനോ ആസിഡിന്റെ കോമ്പിനേഷനോ ഇല്ല ബൈ പ്രോഡക്റ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിനെ പേരിൽ ക്രിയാറ്റിനെ പറയാം. അപ്പോൾ ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക്കലി കണ്ടുവരുന്നത് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനാണ്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ കണ്ടുവരുന്നത് നമ്മുടെ മസിൽ ഗ്രൂപ്പുകളെയാണ് സ്കെലിറ്റൽ മസിൽസ്. ഈ സ്കെലിറ്റൽ മസിൽസിലേക്ക് ഇത് ബൈ നാച്ചുറലി ഇത് നമ്മുടെ ക്രിയാറ്റിന് നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോഡക്ട്സിൽ നിന്നും നമുക്ക് ക്രിയാറ്റിൻ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ക്രിയാറ്റിന് നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിച്ചില്ലെങ്കിൽ, നമ്മൾ എക്സ്ട്രാ സപ്ലിമെൻ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരിലാണ് ക്രിയാറ്റിന് കൂടുതലായിട്ട് നമുക്ക് ഇൻടേക്കിൽ വരുന്നത്. കാരണം ഇത് വെച്ചാൽ റെഡ് മീറ്റിലും അതുപോലെ തന്നെ ഫിഷിലും ഒക്കെയാണ് ക്രിയാറ്റിൻ നമുക്ക് ഒരുപാട് രീതിയിൽ കഴിച്ച് നമുക്ക് ഫുഡിനകത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിന് ഇത് ഒരുപാട് രീതിയിൽ അവരുടെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റേ വെജിറ്റേറിയൻസിന് ഇത് നാച്ചുറലി കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ വളരെ നല്ലൊരു സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിനും ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ എൻഡ്യൂറൻസ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലേക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ലീൻ ബോഡി മാസ് കൂട്ടാനും ഒക്കെ ഒരുപാട് രീതിയിൽ ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡീസിലൊക്കെ പ്രൂവൺ ആണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ടോപ്പിക്കുകളും ഞാൻ റെഫർ ചെയ്തതും അതിൻ്റെ റെഫറൻസ് ലിങ്കുകളും അതുപോലെ തന്നെ പേപ്പറുകളും പ്രസൻറ്റേഷൻസും എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും പിൻ ചെയ്യും. കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് സംശയമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളത് മടിക്കേണ്ട, പോയി നോക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് ഒരു കാരണവശാലും ക്രിയാറ്റിൻ ഇൻടേക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ലീൻ മാസ് ബിൽഡ് ചെയ്യാനായിട്ടാണ് ക്രിയാറ്റിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ന്യൂട്രീഷൻ സൊസൈറ്റി അല്ലെങ്കിൽ സ്പോർട്സ് ന്യൂട്രീഷൻസ് ഇന്റർനാഷണൽ സൊസൈറ്റീസും എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രിയാറ്റിൻ ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ലോഡിംഗ് ഫേസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിന് ഒരു സാച്ചുറേഷൻ ലെവല് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ പിന്നത്തെ സ്റ്റേജ്. അപ്പോൾ ഈ ലോഡിംഗ് ഫേസ് എന്ന് പറയുന്നത് മിനിമം 7 to 10 days നമ്മൾ ഒരു 20 grams per day കൺസ്യൂം ചെയ്തിട്ട് ഇതിനെ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പം എല്ലാ കമ്പനീസും റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷേ പല സ്റ്റഡീസും നമുക്കത് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ലോഡിംഗ് ഫേസ് ഒന്നും ചെയ്തില്ലെങ്കിലും എക്സ്ട്രാ നമുക്ക് വ്യത്യാസമൊന്നും വരില്ല. സാധാരണ രീതിയിൽ ചെയ്താലും 5 grams മാത്രം കൺസ്യൂം ചെയ്താലും മതി എന്നാണ് പറയുന്നത്. അപ്പോൾ 20 grams ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സജസ്റ്റഡ് ആയിട്ടത് 20 grams മിനിമം 7 to 10 days ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ്റെനൻസ് ഫീൽഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം അല്ല മാക്സിമം 5 grams വരെ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5 grams മേളിൽ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല മെയിൻ്റെനൻസ് ഫേസിൽ. അപ്പോൾ നമുക്ക് ഇതിനെ പ്രീ വർക്കൗട്ട് ആയിട്ടോ പോസ്റ്റ് വർക്കൗട്ട് ആയിട്ടോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പോസ്റ്റ് വർക്കൗട്ട് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറേ കൂടെ ബെനിഫിഷ്യൽ പോസ്റ്റ് വർക്കൗട്ടിലാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്.
പിന്നെ ഇതിനകത്ത് ഏതൊക്കെ ഏജുകാർക്ക് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഏജുകാർക്കും ഉപയോഗിക്കാം എന്നാണ് ഇതിൻ്റെ ഒരു ഉത്തരം. കാര്യം നമുക്ക് ഈ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. കൊച്ചു കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത്ലറ്റിക് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആവും, സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആവുന്നവർക്ക് ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസിൽ അവരുടെ പെർഫോമൻസിനെ ഇത് ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് രീതിയിൽ റിസർച്ചസ് പ്രൂവൺ ആണ്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഞാനിതിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ പ്രായമാവുന്നവർക്ക് ഇത് എങ്ങനെ ബെനിഫിഷ്യൽ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് മസിൽ ലോസ് എന്നൊരു പ്രോബ്ലം നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്ക് കണ്ടുവരുന്നുണ്ട്. സോ മസിൽ ലോസ് ഉണ്ടാകുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസിനെ അത് നേരെ ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മസിൽ ലോസ് ഉണ്ടാകുന്നതിനെ കുറയ്ക്കാനായിട്ടും അതിൽ മസിൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു എനർജി ലെവലിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആക്ടിവിറ്റിയുടെ ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യാനും ക്രിയാറ്റിൻ ഇൻടേക്ക് കൊണ്ട് ഒരുപാട് രീതിയിൽ ബെനിഫിഷ്യലാണ്. പിന്നെ ഇത് ഒരു മെഡിസിൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്രെയിൻ ഡാമേജ് പോലുള്ള പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് ക്രിയാറ്റിൻ ഒരു മെഡിസിൻ ആയിട്ടും ഒരുപാട് രീതിയിൽ ഡോക്ടേഴ്സും അതുപോലെ സയന്റിഫിക് റിസർച്ചസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ക്രിയാറ്റിൻ ഒരുപാട് രീതിയിൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്ത് ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഇതിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. പിന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഇതേ ഉള്ളൂ. കാരണം നമുക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ മിനിമം 4 to 5 liters അല്ലെങ്കിൽ മാക്സിമം മിനിമം നമുക്ക് 4 to 5 liters വെള്ളം ഒരു ദിവസം കൺസ്യൂം ചെയ്തേ പറ്റുള്ളൂ. കാരണം ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെൽസിലേക്കുള്ള വാട്ടറിന്റെ പുള്ളിങ്, അതായത് വാട്ടറിനെ ഒരുപാട് രീതിയിൽ വലിച്ച് നമ്മുടെ സെൽസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമുക്കൊരു ബൾക്കിനെസ്സും അതുപോലെ തന്നെ ഒരു ലോഡഡ് ഒരു ഫീല് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ ഒരു വാട്ടർ റിട്ടൻഷൻ എന്നൊരു പ്രോബ്ലം ഇതിനകത്ത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ല ഉണ്ടാകും. സോ ഏറ്റവും മിനിമം നമുക്ക് 4 to 5 liters വെള്ളം എന്തായാലും കൺസ്യൂം ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് കൺസ്യൂം ചെയ്യുന്നത് നമുക്കൊരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല, നമുക്ക് ബെനിഫിറ്റ്സേ ഉണ്ടാകുന്നത്. സോ മിനിമം 4 to 5 liters വെള്ളം ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്നവർ ഉറപ്പായിട്ടും കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഉറപ്പായിട്ടും കുടിച്ചിരിക്കണം, കാര്യം ഇപ്പോൾ ചൂട് സമയമാണ്, എന്തായാലും കുടിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് എത്ര നാളത്തേക്ക് കൺസ്യൂം ചെയ്യാം, ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കൺസ്യൂം ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാത്ത സാധനമാണ്. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നമുക്കിത് ഏതിൻ്റെ കൂടെ കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷേക്കിൽ മിക്സ് ചെയ്ത് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം, ഇല്ല പാലിൽ മിക്സ് ചെയ്യാം, വെള്ളത്തിൽ മിക്സ് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് കംപ്ലീറ്റ്ലി മിക്സ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. കംപ്ലീറ്റ്ലി മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ബ്ലോട്ടിംഗ് ഫീൽ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അത് വളരെ കുറഞ്ഞ ലെവലിലേ കണ്ടുവരുന്നുള്ളൂ, പക്ഷെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി മിക്സ് ആയിട്ടുണ്ടോ എന്ന് വെള്ളത്തിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ബാക്കി വേറെ ഇതിലൊക്കെ നമുക്ക് പാലിലൊന്നും അറിയാൻ പറ്റില്ല. സോ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇത് നമുക്ക് പല ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്ത 2-3 ബ്രാൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് മസിൽ ബ്ലേസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ഇത് നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് തന്നതാണ്. പിന്നെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരെണ്ണമാണ് മസിൽ ടെക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലാറ്റിനം ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് കൂടെ ഉണ്ട്. അപ്പം ഇത് ഞാൻ പ്രൊമോഷൻ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഇത് പൗഡേർഡ് ഫോമാണ്, ഒരു വൈറ്റ് പൗഡേർഡ് ഫോമാണ്. ഇതിനകത്ത് സ്കൂപ്പൊക്കെ ഉണ്ട്, 5 grams സ്കൂപ്പാണ്. സോ നിങ്ങൾക്ക് അതിൽ മെഷർ ചെയ്യാനും എളുപ്പമാണ്. സോ എല്ലാവരും നിങ്ങളുടെ ക്രിയാറ്റിൻ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് ഒരു നല്ല റിസൾട്ട്സ് കിട്ടട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ഒരു ആശംസ പറയുകയാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിലും ഉറപ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ദെൻ.